സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മധു നായർ വീണ്ടും ഏവരെയും ക്ഷണിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത് നടൻ ദിലീപിനെതിരായിട്ടുള്ള കേസിൽ സെഷൻസ് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ട കാര്യമാണ്. ഇതിപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും കുറ്റക്കാരനാണെന്നും ജയിലിൽ പോകേണ്ട ആളാണെന്നും ഒക്കെ വളരെ ശക്തിമത്തായിട്ട് സകല മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഒഴിച്ചിട്ട് ഉദ്ഘോഷിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല നടന്നത്. ജഡ്ജി പറയുന്നു ബലാത്സംഗം നടന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട 6 പേരെ ശിക്ഷിച്ചു. പക്ഷേ അതിന് പിന്നിലൊരു കോൺസ്പിറസി ഉണ്ടായിരുന്നു. അത് എൻ്റെ സൂത്രധാരൻ ദിലീപായിരുന്നു എന്ന് പോലീസ് ശക്തിയുക്തം അവരാ കഴിയുന്ന വിധത്തിലുള്ള സാഹചര്യ തെളിവുകളൊക്കെ ആയിട്ട് കഴിഞ്ഞ 6-8 കൊല്ലം കോടതിയിൽ വാദിക്കുകയും അവസാനം ജഡ്ജി ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നും ദിലീപിനെ ഇതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള ഏതൊരു വിധത്തിലുള്ള പഴുതുകളുമില്ല എന്ന് കാണുകയും ദിലീപ് അടക്കമുള്ള 3-4 പേരെ വെറുതെ വിടുകയും ചെയ്തു. പക്ഷേ ഇവിടുത്തെ എസ്പെഷ്യലി ദൃശ്യമാധ്യമങ്ങളൊന്നും തന്നെ ഇത് വിലക്കെടുക്കാൻ അഭിപ്രായം ജഡ്ജിക്ക് തെറ്റുപറ്റി എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ജഡ്ജിയെ വിമർശിക്കാൻ പാടില്ല, ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാം. എന്താകും ഇങ്ങനെ കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും ഒരാൾ ജയിലിൽ പോയേ തീരുവുള്ളൂ എന്ന് മാധ്യമങ്ങൾ ശടിക്കുന്നതിൻ്റെ എന്താ പറയണം, ഒരു ബാലിശ അത് ഒട്ടും തന്നെ ക്ഷന്തവ്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതിൻ്റെ പിന്നിലൊരു കോൺസ്പിറസി ഉണ്ട് എന്ന് ദിലീപ് തന്നെ പറയുന്നു. പക്ഷേ ദിലീപാണ് കോൺസ്പിറസിയുടെ സൂത്രധാരനെന്ന് പോലീസ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിന് പിന്നിലുള്ള പ്രശ്നം. കോൺസ്പിറസി കേസുകൾ ലോകമൊട്ടാകെ പ്രൂവ് ചെയ്യാനത്ര എളുപ്പമല്ല. പല കേസുകളുണ്ട് ഇപ്പോഴും. ജോൺ കെന്നഡി, പ്രസിഡന്റ് കെന്നഡിയുടെ മരണത്തിന് ഉള്ള വ്യക്തമായിട്ടുള്ള എന്താ പറയുക പിന്നിൽ ആരാണെന്നുള്ളത് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ പല ആവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് പിന്നിൽ വെറും 4 പോലീസുകാർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷേ ഈ പോലീസ് തന്നെ ഒരു കേസുണ്ടാക്കി അത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് ഒട്ടും തികച്ചും അപലനീയം തന്നെയാണ്. ആക്ച്വലി ഇതിൻ്റെ പിന്നിൽ കോൺസ്പിറസി നടത്തിയിട്ടുണ്ടാകണം എന്ന് ഞാനും വിശ്വസിക്കുന്നു. പക്ഷേ അതിനെക്കുറിച്ചിട്ട് എന്താ പറയുക അന്വേഷിക്കാതെ ഒരാൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് തീർച്ചപ്പെടുത്തിയിട്ട് അങ്ങനെ എങ്ങനെയെങ്കിലും ജയിലിലാക്കുക, ഇത് തികച്ചും അപലനീയമാണ്. അതിനെതിരായിട്ട് ദിലീപ് കോടതിയിൽ പോകുമെന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെതായ സാധ്യതകൾ, കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഗാങ്ങിനകത്ത് പോലീസ് ഉണ്ടെന്നൊക്കെയാണ് ഉള്ള കിംവദന്തി. എനിവേ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറ്റവിമുക്തനായ ഒരു വ്യക്തിയെ വീണ്ടും പലരും ആർഗ്യുന്ന മനസാക്ഷി സമൂഹം ഇതൊക്കെ പറയുന്നിടത്ത് ഈ പറയുന്നവരും കൂടി സമൂഹത്തിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ദേശീയ ലെവലിൽ വിമാന സർവീസ് ഇൻഡിഗോ 60% ഇന്ത്യയിലെ വിമാന സർവീസ് അവരാണ് നടത്തുന്നത്. അതിനകത്തുള്ള ലേബർ പ്രോബ്ലംസ് കാരണം സർക്കാർ ചില നിബന്ധനകൾ വയ്ക്കുകയും അത് പാലിക്കാതിരിക്കുകയൊക്കെ ചെയ്ത് ടോട്ടൽ ഡിസ്റപ്ഷനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിമാനയാത്രക്കാരുടെ കാര്യം കഴിഞ്ഞ 1-2 ആഴ്ച വലിയ കഷ്ടമാണ്. അപ്പോൾ ഉടനെ തന്നെ സർക്കാർ ഇപ്പം പുതിയ റെഗുലേറ്റഡ് നിരക്കുകൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി പോകുന്ന നിരക്ക് പറ്റുന്നത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം പറഞ്ഞു പോകുന്നത്, എത്രയോ കൊല്ലങ്ങളായിട്ട് ഈ ഗൾഫിൽ കിടക്കുന്ന പാവപ്പെട്ട എസ്പെഷ്യലി മലയാളീസ്, ഇന്ത്യക്കാർ ധാരാളമുണ്ട്, അവർക്കൊന്ന് തിരിച്ച് നാട്ടിൽ വരാനായിട്ട് സീസൺ സമയത്തൊക്കെ ഒരു എന്താ പറയണ ന്യായവുമില്ലാത്ത വിധത്തിൽ ലക്ഷക്കണക്കിന്
രൂപ കൊള്ളയടിക്കുന്ന ഒരു പ്രതീതിയുണ്ടല്ലോ. ഒരു കാലത്ത് എയർ ഇന്ത്യ സംഭവിച്ചിരുന്നത് ഇവിടെ നിന്നുള്ള ഈ സെക്ടറിൽ നിന്നുള്ള പണം സമാഹരിച്ചാണ് അമേരിക്കയിലേക്കുള്ള യാത്രയൊക്കെ സബ്സിഡി ചെയ്യുന്നത്. അമേരിക്കയിലേക്കുള്ള യാത്ര സബ്സിഡി ചെയ്തേ തീരുള്ളൂ, കാരണം അത്ര അധികം പ്രിയപ്പെട്ട ആളുകളല്ലേ അങ്ങോട്ട് പോകുന്നത്. ഈ കാര്യം ഇപ്പോഴും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇന്ത്യക്കകത്തുള്ള ട്രാവലിനാണ് ഇപ്പോൾ നിരക്കൊക്കെ പ്രഖ്യാപിച്ചത്. ഇതെന്തുകൊണ്ട് ഈ പറയുന്ന പ്രവാസികൾ വളരെ കഷ്ടമാണ് അവരുടെ ആണ്ടയ്ക്കുള്ള ഏണിങ്സിൽ നല്ലൊരു ഭാഗം ഒന്ന് വീട്ടിൽ വന്ന് പോകാനായിട്ട് ചിലവഴിക്കേണ്ട ഒരു അവസ്ഥ. അത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്തതിൻ്റെ പിന്നിലുള്ള ശക്തികളെ ശരിക്കും അപലപിച്ചേ തീരുള്ളൂ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കാര്യം വളരെ വ്യക്തമായി, ചൈനയുമായിട്ടുള്ള ട്രേഡ്, അതിൻ്റെ എന്താ പറയുക കറുത്ത വശങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. അതിപ്പം വളരെയധികം ഞാൻ പറഞ്ഞതുകൊണ്ടായില്ല, മാധ്യമങ്ങളിൽ ഇന്നലത്തെ പത്രത്തിൽ കാര്യമായിട്ട് ഇതിൻ്റെ കണക്കുകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ചൈന അമേരിക്കയുമായിട്ടുള്ള ട്രേഡിൽ അവരുടെ ഈ പറയുന്ന താരിഫ് പ്രശ്നമൊക്കെ വന്നതുകൊണ്ട് 35% ചൈനീസ് എക്സ്പോർട്ട് അമേരിക്കയിൽ കുറഞ്ഞു. ഈ 35% ചൈന മുതലാക്കിയിരിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള ട്രേഡ് വെച്ചിട്ടാണ്. ഇത് എന്തോന്നാണ് ഇത്? ഈ ഒരു ഡീപ്പ് സ്റ്റേറ്റിലേക്ക് അന്വേഷണം ഈ അടുത്ത കാലത്തൊന്നും നടക്കുന്നത്. കാരണം ചൈനീസ് ഇൻഫ്ലുവൻസ് നമ്മുടെ ഇൻഡസ്ട്രിയിലും ഒരു തരത്തിൽ സർക്കാരിലും പിന്നെ ഡെഫിനറ്റ്ലി മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലും ഉണ്ടെന്നുള്ളതാണ്. കാരണം അവരാരും തന്നെ ഈ ഒരു മേജർ ഇഷ്യൂ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ അപലപിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ഈ ജൽപ്പനങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.